നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ഫെബ്രുവരി മാസ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടാണ്. വിതരണ ഡേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചു. ഫെബ്രുവരി മാസം 25-ാം തീയതി മുതലാണ് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നത്. 2000 രൂപ വീതം ബാങ്ക് അക്കൗണ്ടിലേക്കും അതോടൊപ്പം തന്നെ കൈകളിലേക്കും വിതരണം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള തുക ധനവകുപ്പ് അനുവദിച്ചിരിക്കുകയാണ്. ഏകദേശം 1050 കോടി രൂപയ്ക്ക് മുകളിലാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. ഈ തുക വിനിയോഗിച്ചാണ് ക്ഷേമ പെൻഷൻ, ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർക്കുള്ള സഹായം ഇതെല്ലാം തന്നെ വിതരണം നടക്കുന്നത്. ഫെബ്രുവരി മാസം 25-ാം തീയതിയാണ് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 25-ാം തീയതി തന്നെ ചിലർക്ക് ആനുകൂല്യം ക്രെഡിറ്റ് ആവണമെന്നില്ല. കൈകളിലേക്ക് സ്വീകരിക്കുന്നവർക്കൊക്കെ അല്പം കൂടി താമസം നേരിട്ടേക്കാം. അപ്പോൾ ഒരാഴ്ച സമയം ഈ വിതരണത്തിന് വേണ്ടിയൊക്കെ സർക്കാർ ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈകളിലേക്ക് 2000 രൂപ എത്തിച്ചേരുന്നതായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ പൂർത്തിയാക്കേണ്ടതില്ല. മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ളവരാണ്. ഇത് ചെയ്തവർക്കൊക്കെ തന്നെയാണ് സഹായ വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ജനുവരി മാസമൊക്കെ ആനുകൂല്യം ലഭിച്ച എല്ലാവർക്കും അതേ രീതിയിൽ തന്നെ ഫെബ്രുവരിയിലും ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും. കേന്ദ്ര പെൻഷൻ വിഹിതമാണ് പ്രത്യേകമായിട്ട് വിതരണം ചെയ്യുന്നത്. അത് ഈ പ്രാവശ്യവും കേന്ദ്ര വിഹിതം പ്രത്യേകമായിട്ടായിരിക്കും ലഭിക്കുക. അത് 200 മുതൽ 500 രൂപ വരെ ലഭിക്കാനുള്ളവരുണ്ട്. അവർ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്ത് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷകൾ ലഭിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ ആയുഷ്മാൻ ഭാരത് കാരുണ്യ എന്ന് പറയുന്ന പദ്ധതിയുണ്ട്. 5 ലക്ഷം രൂപയോളമാണ് സൗജന്യ ചികിത്സാ സഹായം ലഭിക്കുന്നത്. നിലവിൽ ഈ പദ്ധതിയിലേക്ക് പുതുതായിട്ട് രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിച്ചിട്ടില്ല. അത് പ്രത്യേകമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി അതോടൊപ്പം തന്നെ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ആയുഷ്മാൻ ഭാരത് വയാവന്ദന കാർഡ്, അതിൻ്റെ വിതരണം നമ്മളുടെ സംസ്ഥാനത്തുണ്ട്. പക്ഷേ അതിൻ്റെ ചികിത്സ നമ്മളുടെ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടില്ല എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഈ വർഷം തന്നെ ആരംഭിക്കുമെന്നൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ട്. എന്നാൽ ഡേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തത വരേണ്ടതുണ്ട്. എന്നാൽ ഇത് കൂടാതെ നമ്മളുടെ സംസ്ഥാനത്ത് കൂടുതൽ, അതായത് എന്തെങ്കിലുമൊക്കെ മാരക രോഗങ്ങളൊക്കെ ബാധിച്ച വ്യക്തികൾ, പ്രത്യേകിച്ച് ക്യാൻസർ, കിഡ്നി രോഗങ്ങൾ, ഹൃദ്രോഗം, അതോടൊപ്പം തന്നെ മറ്റ് ഹീമോഫീലിയ പോലുള്ള അസുഖബാധിതർക്ക് നിലവിൽ കാരുണ്യ ബെനവലൻ്റ് ഫണ്ട് വഴി ധനസഹായം ലഭിക്കും. 2 ലക്ഷം രൂപയോളമാണ് ചികിത്സാ ധനസഹായം ലഭിക്കുക. റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ കുടുംബ വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിലൊക്കെ താഴെയുള്ള സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാത്ത കുടുംബങ്ങൾക്കായിരിക്കും ഈ സഹായങ്ങൾ ലഭിക്കുക. നിലവിൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ക്ലെയിം ചെയ്യപ്പെടുന്ന ആശുപത്രികളിലെല്ലാം ഇത്തരം പദ്ധതിയുടെ ആനുകൂല്യം ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി നിലവിൽ ആദ്യ ഗഡുവിൻ്റെ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. എന്നാൽ എല്ലാവർക്കും ധനസഹായം ലഭിച്ചിട്ടില്ല. 10,18,000-ഓളം വരുന്ന ആളുകൾക്കാണ് ധനസഹായ വിതരണം നടത്തിയിട്ടുള്ളത്. ബാക്കിയുള്ളവർക്കും വരുന്ന ദിവസങ്ങളിൽ തന്നെ അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരുന്നതായിരിക്കും. അതായത് 16 ലക്ഷത്തോളം അപേക്ഷകർ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ബാക്കി ശേഷിക്കുന്ന ആളുകൾക്കും 1000 രൂപ വീതം അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. പിന്നീട് പെൻഷൻ പദ്ധതി പോലെയാണ് എല്ലാ മാസവും അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ആവും. അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട പ്രായപരിധിയിൽ എത്തിച്ചേരുമ്പോൾ, അതായത് 35-നും 60-നും ഇടയിൽ പ്രായമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതുമായിരിക്കും. മുൻഗണനാ വിഭാഗത്തിലായിരിക്കണം റേഷൻ കാർഡ് എന്നൊരു നിയമം പ്രത്യേകമായിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ രീതിയിൽ ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വഴിയോ അപേക്ഷകൾ സമർപ്പിക്കാം. ബന്ധപ്പെട്ട അപേക്ഷയിന്മേൽ കൃത്യമായിട്ട് അപ്രൂവൽ ലഭിച്ചു കഴിഞ്ഞാൽ ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും. ചിലരുടെ അപേക്ഷകൾ മടങ്ങുന്നുണ്ട്. അത് സ്റ്റാറ്റസ് പരിശോധിച്ചാൽ അറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതുവരെ തുക ലഭിക്കാത്തവർ സ്റ്റാറ്റസ് കൂടി ഒന്ന് പരിശോധിച്ചേക്കുക. അപ്രൂവൽ ആണെങ്കിൽ മറ്റ് തടസ്സമില്ല. അല്ലാത്ത പക്ഷം കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. പ്രോസസ്സിംഗ് കാണിക്കുന്നവർക്ക് വളരെ വൈകാതെ അത് അപ്രൂവലും ആകുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.